हिजौ का बचा तो थोड़ा अलग है लिए तो थोड़ा अलग है ये സുമോയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ടാക്സി കിട്ടിയില്ലായിരുന്നെങ്കിൽ നാളെ ഒരു പകൽ ഞാൻ ഐസോളിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ സൺഡേ മിസോറാം എല്ലാ അർത്ഥത്തിലും അടഞ്ഞു കിടക്കും. ബൈക്ക് ടാക്സി ഡ്രൈവർക്ക് ലൊക്കേഷൻ അടക്കം കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തോ ഒരു കൺഫ്യൂഷനുണ്ട്. ഒന്നാമത് തുവാംഫുവിലെ സുമോ കൗണ്ടർ തന്നെ അദ്ദേഹത്തിന് അറിയില്ല. ഇന്നലെ മിസോ അപ്പൂപ്പൻ ബുക്ക് ചെയ്ത് തന്ന സുമോ യാത്രക്കാരുണ്ടെങ്കിൽ മാത്രം പുറപ്പെടുന്നതാണ്. ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സിസിപൂർ വഴിയുള്ള മണിപ്പൂർ റൂട്ട് സാധാരണ എല്ലാവരും ചൂസ് ചെയ്യുന്നതല്ല. ആസാം വഴിയുള്ള റൂട്ടാണ് ഫെമിലിയർ ആയിട്ടുള്ളത്. ആ റൂട്ടിൽ ധാരാളം ടാക്സികൾ ഇംഫാലിലേക്ക് പോകുന്നുമുണ്ട്. മണിപ്പൂരിലേക്കുള്ള ഇൻലൈൻ പെർമിറ്റ് എൻ്റെ കൈവശമില്ല. മണിപ്പൂരിലേക്കുള്ള യാത്ര ഇന്നലെയാണ് ശരിക്കും തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ വിട്ടുപോയതാണ്. ഇനി കൗണ്ടറിൽ അന്വേഷിക്കാമെന്നാണ് കരുതുന്നത്. ശ്രദ്ധിച്ച ലാൻഡ്മാർക്ക് പ്രകാരം ഏറെക്കുറെ സുമോ കൗണ്ടറിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുമോ കൗണ്ടറിന് അടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കഷ്ടിച്ച് 1000 രൂപയെ ലിക്വിഡ് ക്യാഷ് ആയിട്ടുള്ളൂ. ടാക്സി ചാർജിന് 2000-ത്തിനടുത്ത് വരുന്നുണ്ട്. ഗൂഗിൾ പേ ഒന്നും ഇവർ സ്വീകരിക്കുന്നുമില്ല. യാത്രക്കാരിയായ ഒരു പെൺകുട്ടിയാണ് എന്നെ സഹായിച്ചത്. അവർക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്യുകയും അവർ ലിക്വിഡ് ക്യാഷ് കൗണ്ടറിൽ കൊടുക്കുകയും ചെയ്തു. ഇന്നർ ലൈൻ പെർമിറ്റിൻ്റെ കാര്യവും ഞാൻ സംസാരിച്ചിരുന്നു. ബോർഡറിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ സുമോ ലംക്കയിലേക്ക് പോകുന്നതാണ്. ലംക തന്നെയാണ് സിസിപൂർ. സിസിപൂർ എന്ന ചുരാചന്ദ്പൂരിനെ ലംക എന്ന് വിളിക്കുന്നത് മിസോകളാണ്. ലഗേജെല്ലാം ഭദ്രമായി കെട്ടിവെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലെ ബാഗും അതിനകത്തുണ്ട്. ഞാൻ മടിച്ചാണ് അത് നൽകിയത്. എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നറിയില്ലല്ലോ. ഒരു പകലും രാത്രിയും ഇനി സുമോയിലായിരിക്കും. ലഗേജുകൾ ഇത്ര ഭദ്രമായി കെട്ടുന്നത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം. അവസാനത്തെ ലഗേജായി 2 ബോക്സുകൾ കോഴികളാണുള്ളത്. വായുസഞ്ചാരം ഉണ്ടെങ്കിലും മറ്റൊന്നിനും സാധിക്കില്ല. മണിപ്പൂർ ജനതയും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സംഘർഷങ്ങളും സൈനിക നടപടികളും കൊണ്ട് ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ വല്ലപ്പോഴും മാത്രം തലവെളിയിലേക്കിട്ട് ജീവനുണ്ടെന്ന് ഉറപ്പിക്കുന്നു. സുമോ മുന്നോട്ട് പോയി തുടങ്ങി. നോർത്ത് ഈസ്റ്റിലെ റോഡുകളെല്ലാം മികച്ച രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മിസോറാമിൻ്റെ റൂറൽ മേഖലയിൽ പോലും മികച്ച റോഡുകളായിരുന്നു കണ്ടിരുന്നത്. അവസാനത്തെ സീറ്റിലെ യാത്ര കുറച്ച് ക്ലേശകരമാണ്. ഞാനടക്കം 3 പേര് ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. കാലൊന്നും നീക്കി വെക്കാൻ പോലും ആകാതെ മരവിച്ചു പോകുന്നുണ്ട്. ഒരു മണിക്കൂറിലധികം യാത്ര ചെയ്തപ്പോഴേക്കും അവസാന സീറ്റിലെ യാത്ര ഭീകരമായി തുടങ്ങി. എന്തോ ഭാഗ്യത്തിന് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തുന്നുണ്ട്. बात कर सकते हैं लेकिन हिजौ का बचा तो थोड़ा अलग है ना ट्राइब के लिए तो थोड़ा अलग है ये बहुत मुश्किल है। मणिपुरी एक ही भाषा है? मणिपुरी तो एक ही भाषा കടയിലുള്ളവർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്തത് ബുദ്ധിമുട്ടായിരുന്നു.
മണിപ്പൂരിലെ മെയ്തേയായ സഹയാത്രികൻ മിസോക്കളുടെ താല്പര്യക്കുറവ് ഈ സമയത്താണ് പുറത്തു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം പതിയെ മിസോക്കളുടെ പരിഹാസമായിട്ട് മാറി. യാത്ര വീണ്ടും തുടരുകയാണ്. തൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്ത് സൂര്യവെളിച്ചമടിക്കുന്നത് തടയാൻ സഹയാത്രികൻ ടവൽ കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. റോഡിൻ്റെ സ്വഭാവം മാറി മാറി വരുന്നുണ്ട്. ഈ റൂട്ടിൽ എവിടെയോ വെച്ച് മുൻപൊരിക്കൽ ബൈക്കിൻ്റെ ടയർ ചെളിയിൽ പൂണ്ടുപോയിട്ടുണ്ട്. അത്രയും കഠിനമായ പാതയായിരുന്നു അത്. അവസാനത്തെ സീറ്റിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. കാലിലൊക്കെ ഒരുതരം മരവിപ്പ് വധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുകളിലുള്ള കോഴികളും ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതൊന്നും ബാധിക്കാതെ അടുത്തിരിക്കുന്ന ആൾ മൊബൈലിൽ എന്തോ കാണുകയാണ്. നിത്യാഭ്യാസി ആനയെ ചുമക്കുമെന്നാണല്ലോ. സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഫുട്ബോൾ മാച്ചാണ്. വേൾഡ് കപ്പ് നടക്കുന്ന സമയം കൂടിയാണ് ഇത്. 5-6 ദിവസത്തെ മിസോറം യാത്രയ്ക്കിടയിൽ നാട്ടിലെ പോലെ തോരണങ്ങളോ ഫ്ലെക്സുകളോ അങ്ങനെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടിരുന്നില്ല. ഇവിടെ ക്ലബ്ബ് ഫുട്ബോളിലാണ് പ്രചാരമെന്ന് തോന്നുന്നു. ഇന്നിവിടെ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം തുടങ്ങി വെക്കുന്നത് UPA സർക്കാർ തന്നെയാണ്. പക്ഷേ അവർക്കൊട്ടും ധൃതി ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ ചിറ്റമ്മ നയമാണ് ഡൽഹി നോർത്ത് ഈസ്റ്റിനോട് എക്കാലങ്ങളിലും ചെയ്തു വന്നില്ല. ലഗേജ് പോളിത്തീൻ വെച്ച് ഭദ്രമാക്കിയത് ഈ പൊടിയെല്ലാം കയറുമെന്ന് കരുതി തന്നെ ആകണം. എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്, കൂടെ ചർച്ചുകളുമുണ്ട്. മുകളിൽ നിന്നും കോഴിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പാവം എന്നെപ്പോലെ തന്നെ കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ രണ്ടുപേർക്കും ഈ യാത്ര വളരെയധികം കഠിനമാകുന്നുണ്ട്. രണ്ടുപേർക്കും അത് പക്ഷേ പറയാൻ കഴിയുന്നില്ല. കാലുകൾ നിവർത്തിയൊന്ന് വെക്കാൻ വേണ്ടിയാണ് ഞാൻ സുമോയെ നിർത്താമെന്ന് ചോദിച്ചത്. സഹയാത്രികന് ട്രാൻസ്ലേറ്റ് ചെയ്ത് സുമോ നിർത്തി തന്നു. മണിക്കൂറുകൾ വീണ്ടും ഓടിയതിനു ശേഷം സുമ വീണ്ടും നിർത്തി. ഇനി അങ്ങോട്ട് വനപ്രദേശമായിരിക്കുമെന്ന് തോന്നുന്നു. ധാരാളം കാട്ടുവായകൾ കാണുന്നുണ്ട്. ഇതൊന്നും ഭക്ഷ്യയോഗ്യമല്ല. കാട്ടുവായകളിൽ നിന്നും പരിണമിച്ചാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്.
സമയം 4 മണി കഴിഞ്ഞു. അസ്തമയത്തോട് അടുക്കാറായിരിക്കുന്നു. ഏതൊക്കെയോ ഗ്രാമങ്ങളിലൂടെയും ഭൂതലങ്ങളുടെയും സുമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി എവിടെയെങ്കിലും നിർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. വിശപ്പല്ല, ഒരേ പൊസിഷനിലെ ഇരിപ്പ് കാരണം യാത്ര തന്നെ മടുപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നതിൻ്റെ സന്തോഷം ഒരു വശത്തുണ്ട്. 10 വർഷം മുമ്പെങ്കിലും ആയിരിക്കും ഞാൻ ഈ പാതയിലൂടെ ആദ്യമായി പോയിട്ടുണ്ടായിരിക്കുക. അടിസ്ഥാന സൗകര്യങ്ങളുടെ മാറ്റങ്ങൾ പ്രകടമായി മനസ്സിലാവും. ബോർഡിൽ കാണുന്ന ഗ്രാമത്തിൻ്റെ പേര് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. CC പൂരിലേക്ക് ഇനിയും 10-12 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്തില്ലല്ലോ എന്നൊരു ആശങ്ക എനിക്ക് നിലവിലിപ്പോഴും ഉണ്ട്. സംഘർഷമില്ലാത്ത മണിപ്പൂർ എൻ്റെ യാത്രയിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ബന്ധമോ സംഘർഷമോ മണിപ്പൂരിൽ സ്വാഭാവികമാണ് താനും. ഓരോ യാത്രയിലും പുതിയ ഗ്രാമങ്ങളും മനുഷ്യരെയും കാണുന്നുണ്ട്. യാത്രയിലൂടെ ഇന്ത്യ എന്നത് എത്രമാത്രം വൈവിധ്യം നിറഞ്ഞാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് മണിപ്പൂർ അതിർത്തിയാണോ ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് ആണോ എന്നറിയില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ചോദിക്കാനും വയ്യ. ഇന്നർ ലൈൻ പെർമിറ്റ് ചോദിച്ചതൊന്നുമില്ല. ഒരുപക്ഷെ ലോക്കൽസ് മാത്രം യാത്ര ചെയ്യുന്ന റൂട്ടായതുകൊണ്ടാകാം. LP ഇല്ലാതെ മണിപ്പൂരിൽ കയറുന്നത് ശരിക്കും ആത്മഹത്യാപരമാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. മണിപ്പൂരിൽ എത്തിയിരിക്കുന്നു. അടുത്ത സീറ്റിൽ ഇരുന്നയാൾ ഇതിനിടയിൽ എവിടെയോ ഇറങ്ങിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ മണിപ്പൂരിൽ പ്രവേശിച്ചിട്ട് കുറേയധികം സമയമായിട്ടുണ്ട്. മണിപ്പൂർ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് കൂടുതലും കാണുന്നത്. അതിർത്തി പ്രദേശമായിരുന്നുവെങ്കിൽ മിസോറാം വാഹനങ്ങളും കണ്ടേനെ. CC പൂരിലേക്ക് ഇനിയും ദൂരമേറെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നർ ലൈൻ പെർമിറ്റ് വീണ്ടും ചോദ്യചിഹ്നമായി എൻ്റെ മനസ്സിലുണ്ട്. സഹയാത്രികൻ ഇന്നലെ പറഞ്ഞറിഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെ പോകണമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഇംഫാലിലേക്കും. ഇംഫാലിലെത്തിയാൽ DC ഓഫീസിൽ നിന്ന് പെർമിറ്റ് ലഭിക്കുമെന്ന് നോക്കണം. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇല്ലീഗൽ എൻട്രി എന്നും പറഞ്ഞ് പ്രശ്നമാക്കുമോ എന്നറിയില്ല. മണിപ്പൂരിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം പോലീസിൽ നിന്ന് മോശം എക്സ്പീരിയൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ ശ്രദ്ധിച്ചൊരു കാര്യം സൈന്യത്തിൻ്റെ അഭാവമാണ്. മണിപ്പൂർ ശാന്തമാണെന്ന് തോന്നുന്നു. മണിപ്പൂരിൻ്റെ സ്ഥായി സ്വഭാവം ഈ സംഘർഷമാണ്. ശാന്തമാണെന്ന തോന്നലിൽ നിന്നും പെട്ടെന്നായിരിക്കും സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുക. പുറമേക്ക് പറയുന്ന കാരണങ്ങൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നിലീനമായിരിക്കുന്ന മറ്റൊരു കാരണം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. CC പൂരിലേക്ക് എത്തുകയാണ്. മിസോകളുടെ സ്വാഭാവിക തുടർച്ച അവസാനിക്കുന്നത് ലംക എന്ന് വിളിക്കുന്ന CC പൂരിലാണ്.